കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. അതെ, ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ സ്വപ്പം വിഷമമുള്ള കാര്യമാണ്. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ കാണിക്കുന്നത്? നീയൊക്കെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിന്റെയൊക്കെ മനസ്സിൽ എന്താണ്? ഇങ്ങനെ തുറന്ന് പിടിച്ചങ്ങോട്ട് കാണിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഫാഷൻ. ഇതിനാണ് ഫാഷൻ എന്ന് പറയുന്നത്. എന്താ പ്രശ്നം? എന്താ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് നോക്കിക്കോളൂ. Let me drive to the left, to the right, to the left, to the right, to the left, to the കണ്ടോ സാറേ? ഇത്തിരി അയ്യേ, ഇത് മുഴുവൻ തുണി കൊടുത്ത ഫോട്ടോകളാണല്ലോ മക്കളെ. നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? നിനക്കതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? ഓ, മക്കൾ എന്ത് തോന്നിയസം കാട്ടിയാലും സപ്പോർട്ടിന് ആളുണ്ടല്ലോ. അവൾ എന്ത് തോന്നിയസം കാണിച്ചു നീ പറയണേ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ച് അങ്ങോട്ട് എറിയണാണ് സ്വാതന്ത്ര്യം എന്ന്. ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? മോള് നോക്കിയേ എന്റെ കൂടെ പറപ്പേ, മൂട്ടിന്ന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ഈ പെൺകുട്ടി കാണിക്കുന്ന പോക്കൃത്തരം കണ്ടാലോ? എന്തൊക്കെയാണ് അതിന്റെ ഡ്രസ് കോഡ്? ഓണം മാതിരി ഒരു സാധനം കൊടുത്തുകൊണ്ട് വൃത്തികേട്. അയ്യേ, വൃത്തികേടൊന്നുമില്ലായിരുന്നു. ചേച്ചിക്ക് നല്ല ഷേപ്പുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാം. ഇന്ന ഡ്രസ്സ് ധരിച്ച് നമ്മൾ ഇന്നടുത്ത് പോകാൻ പാടുള്ളൂ എന്നൊരു ഫോം ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം ഉടനെ ചട്ടിയും പാടി ഇട്ടോണ്ട് വരിക എന്നല്ല. നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും, പക്ഷെ അതിനുള്ള സമയമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, ബാ നമുക്കൊന്ന് കളിക്കാം. സാറേ, ഒരു കളി തരാമെന്ന് വെച്ചിട്ട് പോടോ. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കാണാൻ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിച്ച് നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഈ തള്ള എന്താണ് പറയണത്? തിന്നട്ടെല്ലിന്റെ കുത്തൽ. ഇത്ര കാമപ്രാന്താണോ? നീ കയറി കയറി എങ്ങോട്ടേ പോണത്? അതെ, നിന്റെ ഈ തൊഴുത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. കോലം കണ്ടില്ലേ? എന്തിനടി അതും കൂടെ മറച്ചു വെക്കുന്നത്? നീ അതും കൂടെ തുറന്നു കാണിയില്ല. തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. മോളെ, അച്ഛന്റെ മുമ്പിൽ പോയി തുണിയില്ലാണ്ട് നിന്ന് കാണിച്ചുറി. അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനം ഉണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങളെ വലിപ്പിക്കാതെ നീ അച്ഛനെ കാണിച്ചുറി. പറിച്ചെടുക്കും ഞാൻ നിന്റെ പിഴച്ച നാക്ക്. പരട്ട മുതുക്കി. ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലുണ്ട്. എന്തായാലും പ്രശ്നം തീർന്നല്ലോ? ഇല്ല, തീർന്നില്ല. പ്രശ്നം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വാട്ട്? എന്തൊക്കെ വാക്കുകളാണ് സ്ത്രീയെ നിങ്ങൾ പറയുന്നത്? ഒന്നും ആവാൻ പറ്റാതെ പോയതിന്റെ ഫ്രസ്ട്രേഷൻ, അത് തീർക്കാനുള്ള മലർന്നു കിടന്നോടുള്ള ഈ തുപ്പലുണ്ടല്ലോ, അത് നിന്റെ കുഴപ്പമല്ല. പൈതൃകം എന്നൊരു സാധനമുണ്ട്, അതിന്റെ മിസ്റ്റേക്ക്. നിങ്ങൾ എന്റെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ലേ? ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് കേൾക്കാൻ പറ്റുന്ന വാക്കുകളാണോ നിങ്ങൾ യൂസ് ചെയ്തേക്കണേ? നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത്തരം സംഭാഷണവും നാടകമൊക്കെ. പക്കാ സെക്ഷൽ ഹറാസ്മെന്റ് ആണ് നിങ്ങളുടെ വായിൽ കൂടെ വരുന്നത്. എങ്ങനെ സാധിക്കുന്നു ഒരു പെണ്ണായിട്ട് നിങ്ങൾക്ക് ഇത് പറയാന്? ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവൾ ഈ ജീൻസും കോപ്പും ഇട്ടിരിക്കുന്നേ ഉള്ളൂ. കുടുംബത്തിൽ തൊലിപ്പുറത്തെ വെളുപ്പമുള്ള ഇവളുടെ സ്വഭാവം തനി ചന്ത. കൂട്ടുകാരെ, ഈ സ്ത്രീ പറയുന്ന ഈ വാക്കുകളോട് സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് വെറും പുച്ഛം മാത്രാട്ടോ. നീയൊക്കെ നാലുകെട്ടിന്റെ അകത്ത് പുറലോകം കാണാതെ ജീവിച്ചതിന്റെ കുഴപ്പം കൊണ്ടായി ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഒരിക്കലും ആ കുട്ടി ഇടുന്ന ഡ്രസ്സിനെ ഞാൻ ന്യായീകരിക്കല്ല കേട്ടോ. അവരവരുടെ ഇഷ്ടമാണ് എന്ത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ എന്ത് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടണം എന്നുള്ളത്. മഞ്ഞപ്പിത്ത പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ഒരാളെ ഉപദേശിക്കാം, അത് നല്ല രീതിയിൽ. പരിഹസിക്കാം, നല്ല രീതിയിൽ. എന്റെ കുടുംബത്തിലെ ഒരാളെ പറ്റിയാണ് നിങ്ങൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിച്ചേനെ. സമ്മതിച്ചിരിക്കുന്നു. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിപ്പുണ്ട്, കുറേ ആൾക്കാർ. അവരാണ് ഇത് ഇടുന്നത്. അത് അവരുടെ ജീവിതോപാധി, വല്ലവന്റെ ലൈഫ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. നാണാവില്ലോടോ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക തന്നെയല്ലേ? മോള് നോക്കിക്കോ, ഇത് ചെയ്ത കഴിവറടാ മക്കളെ കോണം പിടിക്കുകയല്ല, തീമഴയായിരിക്കും ദൈവം തമ്പുരാൻ അവരുടെ ദേഹത്ത് വീഴിക്കുക. തീമഴ. നിങ്ങൾ എന്നെ പറഞ്ഞോ,
എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. തീർന്നില്ല. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഇന്നലെ മുതൽ ഷഫീന ബീബിക്കെതിരെ വളരെ ഭീകരമായിട്ടുള്ള ഒരു സൈബർ ആക്രമണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തെറ്റാണ് ഷഫീന ബീബി ചെയ്തത്? അങ്ങനെ ഒരു കുട്ടി അങ്ങനെയുള്ള ഒരു വസ്ത്രധാരണം ചെയ്യുമ്പോൾ കേരളത്തിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കാൻ വേണ്ടേ? നീ വലിയവനാടാ. പക്ഷെ ഷഫീന ബീബി അഭിപ്രായം പറയുമ്പോൾ നിന്റെ മറ്റടുത്ത അഭിപ്രായം അല്ല പറയണ്ട കേട്ടോ. പുന്നാര മോളെ, ഇങ്ങനെയാണോ ഈ അഭിപ്രായം പറയുന്നത്? ആ കൊച്ചി നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് എന്നെ കൂട്ടിക്കോ. നീ ഒരു പൊതു ഇടത്തിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ട വാക്കുകളാണോ നീ സംസാരിക്കുന്നത്? നീ എന്ത് അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയെ പറയുന്നത്? ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മഞ്ജു പിള്ളയുടെ മോളായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിന്ന് ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചു വരുന്നത്? അല്ല, നീ മഞ്ജു പിള്ളയുടെ പേരാദ്യം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞാണ്. നാണം ഉണ്ടോടി ചെറ്റെ, നിനക്ക് ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ചെറ്റ വർത്താനം പറയാൻ? എല്ലാവരും നിന്റെ ഭർത്താവിനെ പോലെയാണെന്ന് വിചാരിച്ചോ? നീ ബസ്സിനകത്ത് പോയി നിൽക്കുന്ന എല്ലാവരും കടിപ്പ് മൂത്തിട്ട് ബസ്സിനകത്ത് പോയി നിൽക്കുന്നതാണെന്ന് നീ വിചാരിച്ചോ? എല്ലാ ആണുങ്ങളും അങ്ങനെയാന്ന് വിചാരിച്ചോ? എനിക്കിവിടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ, കിട്ടിയാ ഞാൻ അടിച്ചവളുടെ കാരണയും വിളിക്കും. അതിനിടയിൽ നീ വന്ന് നിന്റെ കുത്തിക്കടുപ്പ് കാണിക്കല്ലേ ശുടക പുത്രി. നീ തീർന്നടി, നീ തീർന്നു. തീർന്നില്ല. ഷഫീന ബീവി എന്ന പേരുള്ള വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ ദയാ സുജിത്തിനെ കുറിച്ച് വന്ന വീഡിയോയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തോ സംഭവമുണ്ട്, എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഒരുപാട് നിയമപരമായ തെറ്റുകൾ ഈ സ്ത്രീ നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ തിരുവനന്തപുരം സൈബർ ക്രൈം സെൽ ഓഫീസർക്ക് അയച്ച പരാതി ഞാൻ വായിക്കാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ, പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. ഇതിനെന്താണ് ഒരു നടപടി എന്നുള്ളത്, അതിൻ്റെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് ദയ ഇതിനോട് ലീഗലി മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും അറിയണം. അപ്പൊ അതിനൊരു തീരുമാനമായി. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ?